നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ലയുടെ ചരിത്രത്തിലെ തന്നെ വൻ ജനാവലിയെ സാക്ഷിയാക്കി മാർ അത്യാനേഷ്യോസ് യോഹൻ പ്രഥമൻ മെത്രാപ്പോലീത്തയ്ക്ക് നാട് വിടചൊല്ലി. മെത്രാപ്പോലീത്തയുടെ ഭൗതിക ശരീരം ജന്മനാടായ നിരണത്ത് എത്തിയപ്പോൾ മുതൽ വൻ ജനാവലിയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത്. ഭാഷയില് നമ്മോട് അറിയിച്ചുകൊണ്ട് പുണ്യപ്പെട്ട ആചാര്യന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം അവൻ തനിക്കായി മുടഞ്ഞു എന്ന വേദവാക്യം യാഥാർത്ഥ്യമാക്കിയ പുണ്യപ്പെട്ട ആചാര്യന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഈ ദേവാലയങ്കണത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദേഹത്ത് കിട്ടും. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു പട്ടടിയൊന്നും മാറിയില്ലേ. ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ച ദിവസങ്ങളിലും വിശ്വാസികളും നാട്ടുകാരും അവസാനമായി അദ്ദേഹത്തെ കാണാൻ ഒഴുകിയെത്തി. കബറടക്കം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സഭാ ആസ്ഥാനത്തെ സെന്റ് തോമസ് കത്തീഡ്രലിൽ കഴിഞ്ഞ ദിവസം നടന്നു. This one, reverse. Everybody, attention. Everybody, reset. Up. കബറടക്ക ശുശ്രൂഷയ്ക്ക് സാമുവേൽ മാർ തെയോഫിലോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഭയിലെ ബിഷപ്പുമാരായ ജോൺ മാർ എറേനിയോസ്, മാത്യൂസ് മാർ സിൽവാനോസ്, ജോഷോ മാർ ബർണബാസ്, ഡാനിയൽ മാർ തീമത്യോസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. മാർത്തോമ സഭയിലെ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, മാത്യൂസ് മാർ സെറാഫീം, മലബാർ സ്വതന്ത്ര സുറിയാനി സഭാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത എന്നിവരും ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയിലെ മറ്റു ബിഷപ്പുമാരും ശുശ്രൂഷയിൽ പങ്കുചേർന്നു. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തുടർന്ന് അനുസ്മരണ പ്രസംഗവും നടത്തി. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.